അല്ല, സാറിന്റെ വീട് പായിപ്പാട്ട് അമ്പലത്തിനടുത്താണോ? അടുത്തെന്ന് പറഞ്ഞ 1 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഞാൻ ആ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു തബലിസ്റ്റാ. നാട്ടിൽ വെണ്ണിക്കുളം സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കഥാപ്രസംഗ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു. ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ. ഓ. കഥാപ്രസംഗം പറഞ്ഞ് അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെയും കൊണ്ട് നാട് വിടേണ്ടി വന്നു. ശങ്കരേട്ടാ, ഞാനാ പാപ്പച്ചി. ടോമി, ആ കഥവും തുറന്നു കൊടുക്ക്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരാളില്ലേ, ഡയറി പാപ്പച്ചി. ഉറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും. അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നേ. അതെ. പാപ്പച്ചി, താൻ വന്നോ തിരക്കിയ ആളില്ലേ, വന്നിരിക്കണു. അഗ്രികൾച്ചർ ഓഫീസർ ആണല്ലേ? അതെ, ഞാൻ ശിവൻകുട്ടി. ഞാൻ ഡയറി പാപ്പച്ചി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. പാപ്പച്ചി, ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ളൊരു ഇടം വേണം. അതൊക്കെ ഞാൻ ഏറ്റന്നെ. അതെ, താമസക്കാര്യത്തെ കുറിച്ച് നമുക്ക് കാലത്ത് സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ തിരക്കിലാണ്. തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക്. അതെ, എനിക്കൊരു 6 പരിപ്പോടെ പാഴ്സൽ ചെയ്ത് തന്നെ. ഇനി വന്നേ കയ്യെന്ന് വിട്, ഞാൻ തരാം. ശങ്കരേട്ടാ, ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ. പാപ്പച്ചി കുറച്ച് ബ്ലേഡാ. ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. അതാ കണ്ടപ്പോ മുങ്ങിയത്. നാളെ കാലത്ത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിലേ അവൻ എന്റെ കട പൊക്കൂന്ന് പറഞ്ഞിരിക്കുക. അതിനു മുമ്പ് അവനെ ഞാൻ പൊക്കും. സാറിന് വല്ലതും പിടികിട്ടിയോ? എടാ, ആ കഥ കടച്ചേക്ക്. ഇവിടെ നരിമടയ്ക്കപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട്, അടിവാര ഓമന. അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരൻ ഈ പാപ്പച്ചിയാണ്. പരിപ്പുട പോയിരിക്കണ അങ്ങോട്ടാ. അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തനും ഇവിടുന്ന് പാഞ്ഞത്. ഭഗവാനെ, ഇന്ന് എന്തൊക്കെ പുകിലാണ് നടക്കാൻ പോണേ, കണ്ടറിയണം. ഞാനാ തങ്കപ്പൻ. എന്താടാ? ഞാൻ ഇന്നാള് പറഞ്ഞ പച്ചായം പറഞ്ഞില്ല, ഞാൻ പരദോഷം പറയാണെന്ന്. നിങ്ങളുടെ മോളെ കെട്ടിയവനുണ്ടല്ലോ, ആ പാപ്പച്ചി, അവനേ ശങ്കരൻ നായരുടെ കടയിൽ നിന്ന് 6 പരിപ്പോടെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നീ ചുമ്മാ ഭ്രാന്ത് പറയാടാ. അവന്റെ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ കണ്ടതല്ലേ. പിന്നെ എടി അമ്മണിയെ, കൊണ്ടൊന്ന് വിളിച്ചേ. ഇച്ചായ നല്ല ഉറക്കോ ചാച്ചാ? ഇച്ചായ എടി മോളെ, നീ അവനെ വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അകപ്പ, നീ ഒന്ന് പോകാൻ നോക്കി, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. ഞാനങ്ങനെ പോയാൽ ശരിയാവില്ല. പാപ്പച്ചി, പാപ്പച്ചി, എന്താ പാപ്പച്ചി? ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷ് ചോദിച്ചു. ഭർത്താവിന്റെ പേരെന്താണെന്ന്. എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു? പാപ്പിച്ചാണ്ട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചെയ്തു തരുന്ന ഉപകാരമൊന്നും പോരെ. നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ? ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തിയാവത്തുള്ളൂ. നീ സമയം കളയാതെ പരിപ്പൂട. എനിക്ക് വേണ്ട നിങ്ങളുടെ വടയും കടിയൊന്നും. എന്നും ഒരു 5-6 പരിപ്പോടയായിട്ട്. ഇനി ഉഴുന്നുവടയായിട്ട് വരാം. നിങ്ങളുടെ മറ്റോ കൊണ്ടേ കൊടുക്കും ഉഴുന്നുവട. എന്റെ ഓമനെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാരും പള്ളിക്കാരും അറിയാൻ ഞാൻ മിന്നു കെട്ടിയത് അമ്മണിയാണെങ്കിലും എന്റെ ഭാര്യാസ്ഥാനം നിനക്കാ. നീയാണ് എന്റെ യഥാർത്ഥ ഭാര്യ. പിള്ളേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കർത്താവ്, അമ്മായി അച്ഛൻ. അതിനെന്താ മാറടി, നാളെ വരാം. ചവിട്ടി പൊളിക്കും ഞാൻ. പഴയപോലെ ഓടാൻ പോയി ആന ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റേനാണോ? എന്നാ പിന്നെ നല്ല പുകില. 1-2 ആളെ തട്ടിട്ടേ പോവൂ. എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ? ചിലപ്പോക്കെ.
ഇത് ആരുടേതായി ചാക്കുകെട്ടുകള്? ടോമിച്ചായന്റെ അവരുടെ കെട്ടിടം. മുറികളെല്ലാം ഓഫീസിന്റെ റെക്കോർഡ്സില്. കൊയ്ത്തായതൊന്നും അല്ല. നെല്ല് മെതിക്കലും ഉണക്കലും കള്ളുകുടിയും ഒക്കെ ഇവിടെയാ. ടോമിച്ചായൻ കോട്ടയംകാരനാ, ഇങ്ങോട്ട് കുടിയേറിയതാ. ടോമിയുടെ നാട് എവിടെയാ? പാലായിൽ ജനിച്ചെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 5 വയസ്സുള്ളപ്പോ അപ്പൻ അമ്മച്ചിയും പെങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ എടുത്തോണ്ടേക്കും പോന്നു. നാട്ടിൽ അപ്പൻ റബ്ബർ വെട്ടിയിരുന്ന തോട്ടത്തിലെ മുതലാളിയും അമ്മച്ചിയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അപ്പനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പന്റെ തെറ്റിദ്ധാരണ മാറിയത്. എന്നെയും കൂട്ടിക്കൊണ്ട് പലവട്ടം അമ്മച്ചിയും പെങ്ങളെ അന്വേഷിച്ച് പലയിടത്തും പോയി. ഒരു വിവരം കിട്ടിയില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മച്ചിയെ കണ്ടുപിടിച്ച് അപ്പനോട് മാപ്പാക്കണേന്ന് പറയണമെന്ന്. അപ്പന്റെ മരണശേഷം ഞാൻ അവരെ അന്വേഷിച്ചു പോയി. അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളുടെ കൂട്ടർ മുഴുവൻ വരും. അവിടെ പ്രായം ചെന്ന തള്ളമാരോടും കന്യാസ്ത്രീമാരോടും എൻ്റെ അമ്മച്ചിയാണോ പെങ്ങളാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നടക്കും. ചിലരൊക്കെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാലും അന്വേഷണം നിർത്തിയിട്ടില്ല. അടുത്ത വർഷം ഞാൻ പോകുന്നുണ്ട്. സാറേ, നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം. ഇന്ന് ഏതായാലും ഇവിടെ കിടന്നാലും പൂരാ. വാ പോവാം. ഒരിടത്തിലൂടെ തെണ്ടി നടക്കരുതെന്ന് പറഞ്ഞാ നീ കേക്കില്ലല്ലേ? ഈ 100 പാലും തുള്ളി പോലും തൂവി കളയാതെ കുടിച്ചോളണം. പറഞ്ഞത് കേട്ടോ? വേഗം കുടിക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് കൂടുണ്ട്. ഇതെന്ത് പറ്റിയത്? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എവിടെയെങ്കിലും തലയിടിച്ച് വീണോ? മര്യാദ കുടിക്കേ. ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാ ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണം. ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ശരി, ഞാൻ പോയിട്ടില്ല. പിന്നെ രാധ എടുത്തി കാവിലെ സർപ്പത്തോട് സംസാരിക്കുന്ന അത്. സർപ്പത്തിനോടോ? എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടിയ ഭ്രാന്ത ഈ പാമ്പിനോടൊക്കെ സംസാരിക്കുന്നത്. അതെ, നിങ്ങളുടെ നാട്ടില്. ഇവിടെ ഏടത്തിയും സർപ്പവും ദിവസവും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. അപ്പൊ പാമ്പ് തിരിച്ച് ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യൂ? സംസാരിക്കില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ കേൾക്കണോ? അയ്യോ വേണ്ടേ, ഇവിടത്തെ മനുഷ്യരോട് സംസാരിക്കുന്നതന്നെ എനിക്ക് പേടിയാ. അപ്പൊ കൂട്ടുന്നേരം യാത്രക്ക് തയ്യാറായി നിൽക്കുക. അതെ, ഇപ്പൊ പോയാൽ 10:30-ക്കുള്ള മയിൽവാഹനം ബസ് കിട്ടും. ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഓഫീസിലെത്താം. അത് ശരിയാ. പിന്നെ കേസിന്റെ കാര്യത്തില് ഗിരിജ പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ്. അവകാശപ്പെട്ട മുതല് എന്തിനാ വേണ്ടെന്ന് വെക്കണേ? എന്തായാലും ഉത്തരത്തമ്പുരാട്ടി നാളെ കോടതിയിൽ ഹാജരാവണം. രാവിലെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങളങ്ങ് എത്തിക്കോളാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കണു. ഓ, അതൊന്നും സാരമില്ല. ഞാൻ നാളെ രാവിലെ വരാം. അയ്യോ ശബ്ദവും പിന്നെ ആനയുടെ കൊലവിളിയും കേട്ടു എന്ന് ഉറപ്പാ. കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷെ ആരുടെ ഒന്നും ഒരു പിടിയും കിട്ടണല്ലേ. എന്നാ മാഷെ മയ്യത്ത് കാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഓമനന്റെ പറ്റാരെങ്കിലും ആയിരിക്കും. അല്ലാതെ ആ സമയത്ത് ആരാ ബൈക്ക് പോകാൻ? എന്താ ആ വഴി ഓമനയുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാ? ഏതായാലും പോലീസിലേക്ക് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ ആരാ വഴിക്ക് പോയെന്നറിയാം. എന്തായാലും വലിയ കഷ്ടായി പോയി. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, എന്താടോ? ശങ്കരേട്ടാ, ചത്തത് ഡയറി പാപ്പച്ചിയാ. നരിവടയെന്ന് പാപ്പച്ചിയുടെ ഡയറിയും 5-6 പരിപ്പോടയും കിട്ടിയിട്ടുണ്ട്. പരിപ്പോട് ഇവിടത്തേതാണെന്നാണ് ആള് പറയണത്. പിന്നെ ഇവിടുത്തെ പരിപ്പടയാണെന്ന് തിരിച്ചറിയാൻ അതിനെന്താ വല്ല കൊമ്പുണ്ടോ? പറഞ്ഞത് ഞാനല്ല, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞതാ. അല്ല, അപ്പൊ ചത്തത് നമ്മളെ പാപ്പച്ചി എന്റെ. ശങ്കരേട്ടാ, ഒരു ചായം കൂടി എടുത്തേ. അയ്യോ, ഇവിടുത്തെ പറഞ്ഞു വെറുതെ മനുഷ്യൻ. എവിടെ ഡയറി? സാർ, എന്നിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്ന ഒരു ഡയറി തൊണ്ടിയായിട്ട് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അതവിടെ കിടപ്പുണ്ട് സാർ. പോലീസ് വന്ന് എടുക്കട്ടെ എന്ന് കരുതി. ഒരു ഡയറി ആന ചവിട്ടിനാണ്ടാ പോലീസുകാരെ വിളിച്ചത്? അതല്ല സാർ, മരിച്ചയാളെ ഡയറി എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. അതെന്താ അയാളെ കാണാൻ ഡയറിയുടെ ഷേപ്പാണോ? അതുകൊണ്ടല്ല, അയാളുടെ കക്ഷത്തിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ടാ. ഈ പാപ്പച്ചിയുടെ ജഡം അവസാനമായിട്ട് കണ്ടതാരാണ്? ആനയെ അവസാനമായിട്ട് കണ്ടതാരാണ്? പാപ്പച്ചി. എന്നിട്ട് ഈ പാപ്പച്ചിയുടെ ജഡം എവിടെ അത് ആനക്കറിയുള്ളൂ സാർ എവിടെയാണെന്ന്. ആരാണ്ടാ ഈ ഹൈ റേഞ്ച് ഓമന? ഹൈറേഞ്ച് അല്ല സാർ, അടിവാര ഓമന. അടിവാര ഓമന എവളാര്? കഥാപ്രസംഗക്കാരിയോ അതോ എഴുത്തുകാരിയോ? അടിവാര ഓമന എവിടെയാ അവൾ? ഓമനെ, ഓമനെ. എന്നെ വിളിച്ചോ? എന്നെ വിളിച്ചോന്ന്? ഓമനയുടെ പേരെന്താ? ഓമന.
മനുഷ്യന്മാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ എന്റെ ചായനെ ചവിട്ടിയാന എന്നെയും കൂടി ചവിട്ടിക്കൊല്ലണേ എന്റെ കർത്താവേ. നമുക്കിനി ആരുണ്ട് മക്കളെ? ഞാനിത് എങ്ങനെ സഹിക്കും? പോലീസ് വന്നു. പുറകെ പോലീസ് പട്ടിയും വരുന്നുണ്ടെന്ന് കേട്ടു. ഏത് പട്ടി വന്നാ എന്താണോ? എന്റെ കുഞ്ഞു പോയില്ലേ? അയ്യോ, ദാ, ഇത് എഡിറ്റർ കുങ്കുമം വീക്ക്ലി കൊല്ലം, ഇത് ഭാഷാ പോഷിണി കോട്ടയം. ദേ കാര്യമൊക്കെ കാര്യം. ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദി കൊടുക്കലിടാൻ 25 റുപ്യയും തരണം. തരാടി ആർത്തി പണ്ടാരെ. പക്ഷെ 25 തരില്ല, 10 രൂപ തരാം. പള്ളി പറഞ്ഞോ എന്താ രൂപയുടെ കണക്ക്? എന്റെ എടുത്തി സ്കൂളിൽ പോണ കൂട്ടത്തിൽ 2 കവർ വാങ്ങി സ്റ്റാമ്പ് ഒട്ടിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂലി അവള് ചോദിക്കുന്നത്. ദേ, നീ വലിയ ഗമ കാട്ടിയാലേ ഇത് പോസ്റ്റ്മാൻ കുമാറിന്റെ കൊടുത്തുവിടാൻ എനിക്കറിയാം. എങ്കിൽ കവിത അച്ചടിച്ചു വന്ന തന്നെ. സ്റ്റാമ്പിന്റെ പൈസക്ക് റാക്ക് വാങ്ങി കുടിച്ചിട്ട് കുമാരൻ ഏടത്തിയുടെ ഈ കവിത ചെറുവണ്ണൻ പുഴയിൽ ഒഴുക്കും. ചെല്ല് ചെല്ല്. ദേ, കവർ വിലാസം എഴുതുമ്പോ മാറിപ്പോരുത്. വല്ലാത്തൊരു സാധനം തന്നെ. സാറിന് ജോലി ചെയ്യാൻ ഒരു മേശയും കസേരയിടാനുള്ള സ്ഥലമല്ലേ വേണ്ടു? എനിക്ക് എത്ര സ്ഥലം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്താണ് പ്രശ്നം? ഇച്ചായ, കൃഷി ഓഫീസിലുള്ള നമ്മുടെ നെല്ലും വിത്തൊക്കെ എടുത്ത് മാറ്റണത്ര. ഞങ്ങളുടെ നാലിയാക്ക് വിത്ത് നെല്ലും അകത്തിരുന്ന ഇയാൾക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഓഫീസർമാർ വന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുമുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഇതിന് മുമ്പുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല. 4 മുറിയുള്ള കെട്ടിടം വാടകയ്ക്ക് വന്നിട്ട് അതിൽ 3 എണ്ണവും നിങ്ങൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല. 1 മാസത്തെ അവധി വരും. ആ ചാക്ക് കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിലോ? മാറ്റണം.